ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രെഡ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ്. അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം മാത്രം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മഞ്ഞ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ മുട്ടവെള്ളയിലേക്ക് കുറച്ച് പാലും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ബ്രെഡിൽ ഉപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആ മുട്ടയുടെ മഞ്ഞ വേസ്റ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട മുഴുവനായിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു ടിന്നിൻ്റെ അടപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ കുറച്ച് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാം ഇല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ചീസ് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം സോസേജ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബീഫ് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് സ്ലൈസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഹോളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അമർത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ആ ഹോളിലേക്ക് നമുക്ക് മുട്ടയുടെ ആ ഒരു മഞ്ഞ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ആ ഒരു പീസ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിക്സ് ഇങ്ങനെ പരന്ന് കിടക്കും വൃത്തികേടാവുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് ചീസ് ഇല്ലാണ്ട് തന്നെ ചീസുള്ള ഒരു ഫീലാവും കിട്ടുക. ഇനി കുറച്ച് പച്ചമുളക് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് കോരിയിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മൊസറല്ല ചീസൊക്കെ ഇട്ടിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാവും കാണുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടിഭാഗം നല്ല പോലെ തന്നെ ടോസ്റ്റ് ആയിട്ടുണ്ടാവും, മുകൾ ഭാഗം നല്ല ക്രീമി ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിച്ചിട്ടു അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം നല്ല ക്രിസ്പായിരിക്കും, മുകൾ ഭാഗം നല്ല ക്രീമി ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.